എങ്ങനെയാ താങ്കളെ സഹായിക്കേണ്ട? ജിയോ കസ്റ്റമർ കെയറിലും ഇതല്ലേ? അതെ, പറയൂ. എനിക്ക് എന്റെ വീടിനകത്ത് നെറ്റ് കിട്ടുന്നില്ല. എങ്ങനെയാണ് സർ, ഒട്ടും കിട്ടുന്നില്ല എന്നാണോ? എന്താ വരുന്നത്? ഒട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റൂല. ഫേസ്ബുക്ക് അതുപോലെ യൂട്യൂബ് വാട്സാപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവൂല, ഒന്നും കാണാനും പറ്റൂല, വീഡിയോസ് ഒന്നും കാണാൻ പറ്റൂല. കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന രീതിക്കാണോ? അങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ട് നിക്കുക. ലൈനിലൊന്ന് വെയിറ്റ് ചെയ്യൂ സർ, ബുദ്ധിമുട്ട് തന്നെ ചോദിക്കുന്നു. ചെക്ക് ചെയ്തിട്ട് ഞാനിപ്പോ തന്നെ. ശരി. ജിയോ നെറ്റ്വർക്കിനെ കുറിച്ച് നിങ്ങൾക്കും എന്തെങ്കിലും കംപ്ലൈൻറ്റുകളും പരാതികളും ഉണ്ടെങ്കിൽ അതെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കണക്ഷൻ എടുക്കുന്നവർക്ക് അതൊരു ഉപകാരമാവും. നിലവിൽ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് താങ്കൾക്ക് ഈ ഇന്റർനെറ്റിലെ സ്ലോ സ്പീഡ് എന്ന് പറയുന്നത് താങ്കളുടെ ലൊക്കേഷനിൽ കാണിക്കുന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. ഓവറോൾ നോക്കുന്ന സമയത്ത് കവറേജ് എല്ലാം നല്ല രീതിക്ക് ഗുഡ് തന്നെയാണ് കാണിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് നോർമൽ കവറേജ് ഒക്കെ ഗുഡ് ആയിട്ട് തന്നെയാണ് സർ ഉള്ളത് ഓവറോൾ ആയി നമ്മൾ നോക്കുമ്പോ. അല്ല, നിങ്ങൾ ഈ 5G ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് 4G വേണ്ടാത്ത ഒരു 3G എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പഴയ 3G എങ്കിലും എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അതുപോലും കിട്ടണില്ല സ്പീഡ്. നിങ്ങൾ 5G ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇത് ഇതാക്കണം. എനിക്കിത് പോർട്ട് ചെയ്യാനുള്ളൊരു ഇത് ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? പോർട്ട് ചെയ്ത് ഞാനൊരു റിക്വസ്റ്റും കാര്യങ്ങളായിട്ട് നമ്മൾ കൺസേൺ ആക്കില്ല. ഒരു സിമിലർ ആയിട്ട് ഒരു ട്രാഫിക് ജാം എന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഇതിപ്പോ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ട് 1 മാസത്തോളമായി. ഞാൻ ഓൺലൈൻ ടാക്സി ഓടുന്ന ഒരു ഡ്രൈവറാണ്. എനിക്ക് ഈ നെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല. കാരണം അങ്ങനത്തെ സ്ഥിതിയാണ്. ഇത് നമ്മള് ഊബർ, ഓല അതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ ഓടുന്ന ടാക്സി ഡ്രൈവറാണ്. അപ്പൊ നെറ്റ് ഉണ്ടെങ്കിലേ ഈ ആപ്പുകളെല്ലാം വർക്ക് ആവുള്ളൂ, എനിക്ക് ട്രിപ്പ് ലഭിക്കുള്ളൂ. മനസ്സിലാവണുണ്ടോ? ആ ട്രിപ്പ് അടിച്ച് എനിക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് വണ്ടി ഓടിയാലേ കുടുംബം നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ നെറ്റ് അന്വേഷിച്ച് ഞാൻ വണ്ടിയായിട്ട് കറങ്ങി നടക്കേണ്ടി വരും. എവിടെയാണ് നെറ്റ് ഹൈ സ്പീഡിൽ കിട്ടണമെന്ന് നോക്കിയിട്ട്. ഈ അവസ്ഥയിലാണ് ഞാനിപ്പോ. എനിക്ക് വീട്ടിലിരുന്നിട്ട് ഇത് ഓണാക്കാനേ പറ്റണില്ല. അതിന് വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് കൺസേൺ ടീമിന് താങ്കൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഫോർവേഡ് ചെയ്യുന്നത്. ഡെഫിനറ്റായിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർനെറ്റും കാര്യങ്ങളും താങ്കൾക്ക് ലഭ്യമാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ഭാഗത്തുള്ള ഒരു കൺഫർമേഷൻ കൂടെ നമ്മൾ കൊടുക്കാം. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് താങ്കൾക്ക് എന്തായാലും കിട്ടുന്നത് തന്നെയാണ് സാർ. എപ്പോഴത്തേക്ക് റെഡിയാവും? നമുക്കിപ്പോ ഓൺഗോയിങ് ആയതുകൊണ്ട് ഒരു എക്സാക്ട് ഡേറ്റ് എടുത്ത് പറയാനായിട്ട് സാധിക്കുന്നില്ല. അതിൽ നല്ലൊരു അഭിപ്രായം ഞാൻ പറയട്ടെ. എനിക്കിത് ചെയ്യണ്ട. എനിക്ക് പോർട്ട് ചെയ്യാനുള്ളൊരു ഇത് വേറൊരു എനിക്ക് കണക്ഷൻ മാറി വേറെയിലേക്ക് നമ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തന്നാ മതി മാഡം. അല്ല സാർ, ഞാനിപ്പോ അറിയിക്കുന്നുണ്ടല്ലോ. അല്ല, എനിക്ക് അതാ പറഞ്ഞത്. അത്രയും ദിവസം ഇപ്പൊ നിങ്ങളിത് ശരിയാക്കിയൊക്കെ ഇപ്പൊ 1 മാസമായി മേലെയായി ഞാനിത് അനുഭവിക്കണേ. ഇനി നിങ്ങളുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്ത് നിങ്ങൾ ഇത് ശരിയാക്കിയൊക്കെ വരുമ്പോഴത്തേക്കും ഏതായാലും അത് പിന്നെയും 1 മാസത്തോളം വീണ്ടും പോകുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് ഞാൻ കംപ്ലൈന്റ് ചെയ്തത്. ഇല്ല, ഞാന് നിങ്ങളെ ജിയോയുടെ ആപ്പ് ഉണ്ടല്ലോ, ജിയോയുടെ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഞാൻ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ ഇത് ചെയ്യാൻ ശരിയാക്കി കിട്ടിയിട്ടില്ല. കാരണം അതില് ആപ്പിലൂടെ നമ്മൾ ചെയ്യുമ്പോഴും ഈ സ്പീഡ് വളരെയധികം നല്ലതാണ്, ഗുഡാന്നൊക്കെ പറഞ്ഞാണ് തിരിച്ച് മെസ്സേജ് വരുന്നത്. അല്ലാതെ നിങ്ങളെ പ്രൊഡക്റ്റ് മോശമാണെന്നും പറഞ്ഞ് നിങ്ങൾ ഇതുവരെ പറയില്ലല്ലോ. നിങ്ങൾ ഇപ്പോഴും പറയണത് കവറേജ് ഒക്കെ ഗുഡാണ്, നെറ്റ് കിട്ടാനില്ല എന്നാണ്. അല്ല സാർ, അവിടെ എന്താണ് നമുക്ക് കാണിച്ചിരിക്കുന്നത് അപ്ഡേറ്റ് വരുള്ളൂ. അത് ഇനിയും നിങ്ങളിങ്ങനെ നീണ്ടുപോകും. എനിക്കതാണ്, എനിക്ക് സഡൻലി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓക്കെ. എല്ലാന്നുണ്ടെങ്കിൽ എനിക്കിത് പറ്റൂല. ഞാൻ വേറെ കണക്ഷനിലേക്ക് പോകും. അതിപ്പോ പോർട്ട് ചെയ്യണ വിധമൊക്കെ എനിക്കറിയാം. ഞാൻ നിങ്ങളുടെ അടുത്ത് അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എന്തായാലും 2 ദിവസം കൂടി നോക്കും. നോക്കിയിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് പോർട്ട് ചെയ്ത് വേറെ കണക്ഷനിലേക്ക് പോകും. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അതിനനുസരിച്ച് എന്റെ ഭാഗത്ത് ഞാൻ ട്രൈ ചെയ്ത് ഇപ്പൊ തന്നെ കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ആയിട്ട് വരും സാർ. തീർച്ചയായും. ഓക്കെ. അതാണ് സാർ. ശരി. അത് കൂടാതെ ഒരു റിക്വസ്റ്റ് ഉണ്ട് സാർ. നമ്മൾ രണ്ടാളും സംസാരിച്ചതിനുള്ള ഒരു റേറ്റിംഗ് കൊടുക്കാനായിട്ട് വരും സാർ. നന്നായി സംസാരിച്ചതാണെന്നുണ്ടെങ്കിൽ 5 എന്നുള്ള റേറ്റിംഗ് ആണ്, മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ 1 എന്നുള്ള റേറ്റിംഗ് ആണ് കൊടുക്കേണ്ടത്. അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഒന്ന് മറക്കാതെ രേഖപ്പെടുത്തുന്നത്. കുഴപ്പമില്ലായിരുന്നു, ഞാൻ 2 കൊടുത്തോളാം.
5 കൊടുക്കാം. പോരെ? ആ ഓക്കെ. ശരി. ജിയോ കെയറുമായി കണക്ട് ചെയ്തതിന് നന്ദി. ഞങ്ങളുടെ അഡ്വാൻസ്